പണ്ട് ആക്ച്വലി നമ്മൾ ഒരു കുട്ടി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം കാരണം പറയുന്നത് ലേഡീസിനെയാണ്, ഫീമെയിലിനാണ്. കുട്ടി ആവുന്നില്ല എന്നാൽ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവരെ ഒഴിവാക്കി വേറെ മാരേജ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എങ്ങനെയാ പഠനങ്ങൾ പറഞ്ഞു വരുന്നത് ഈക്വലി കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതായത് 50% ഇപ്പോൾ ഒരു കുട്ടി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മെയിൽ ഫാക്ടർ, പുരുഷന്മാരുടെ ആ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറും ലേഡീസിനെ നോക്കുമ്പോൾ ഈക്വലി 50% വരുന്നുണ്ട്. അപ്പം സ്ത്രീകളിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് PCOD, ഹോർമോൺ ഇംബാലൻസ്, പിന്നെ തൈറോയിഡ്, ആ ഹോർമോണിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം രണ്ടും അതിന് കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് പ്രൊലാക്റ്റിൻ എന്നുള്ളൊരു ഹോർമോൺ ലെവല് ഭയങ്കര ഹൈ ആയിട്ട് ചുരുക്കാം. അപ്പോൾ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അത് ഒരു മേജർ റീസൺ ആണ്. മറ്റു ചിലർക്ക് ഫൈബ്രോയിഡും ഒരു കാരണമായി വരുന്നുണ്ട്. യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡുകൾ, അതേപോലെ തന്നെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ ഒരു ഉള്ളിലത്തെ ലെയറാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. കുട്ടി വന്ന് പതിക്കുന്ന ആ ഒരു സ്ഥലമാണ് എൻഡോമെട്രിയം ലെയർ എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം വേറെ ഭാഗങ്ങളിൽ വളരാനായിട്ട് തുടങ്ങും. അത് യൂട്രസിന് പ്രഷർ നൽകുകയും കൺസീവ് ആവാതിരിക്കാൻ അതൊരു റീസൺ. അതേപോലെ ട്യൂബൽ ബ്ലോക്കേജ് എന്ന് പറയും. നമ്മുടെ 2 ഓവറീസിൽ നിന്നും ഓരോ മാസം ഇടവിട്ട് മാറിയിട്ടാണ് അണ്ടം പുറത്ത് ഓവുലേറ്റ് ചെയ്യുന്നത്. അത് ട്യൂബ് വഴി, നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും, ചെറിയൊരു ട്യൂബ് വഴിയാണ് യൂട്രസിലോട്ട് എത്തുന്നത്. ആ ട്യൂബിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അണ്ടത്തിന് പ്രോപ്പറായിട്ട് യൂട്രസിൽ വന്ന് എത്താനായിട്ട് പറ്റില്ല. ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. ഇതാണ് ലേഡീസിൽ നമ്മൾ മേജർ കോസസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടർ ഇപ്പം കുറേ വിഷയങ്ങൾ പറഞ്ഞു. PCOD പറഞ്ഞു, തൈറോയിഡ് പറഞ്ഞു, പ്രൊലാക്റ്റിൻ പറഞ്ഞു, ഫൈബ്രോയിഡ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയമാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ലേഡീസ് അനുഭവിക്കാൻ സാധ്യത ഉള്ളത് ഒരു PCOD എന്ന അസുഖം തന്നെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നതാണ്, അത് ഡോക്ടർ തന്നെ പറയണ്ടേ. ശരിക്കും PCOD തന്നെയാണോ ഏറ്റവും കൂടുതൽ ഇവർക്ക് കാരണമാവുന്നത്? PCOD ഉള്ളവർക്ക് കൺസീവ് ആവാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. കാരണം PCODയെ സംബന്ധിച്ചിടത്തോളം ഇറഗുലർ പീരിയഡ്സ് ആവും. അതായത് 28 മുതൽ 35 ദിവസം ആ ഒരു സൈക്കിളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവർക്ക് 2 മാസത്തിലൊരിക്കലും 3 മാസത്തിലൊരിക്കലും ആവാം. അപ്പം ഇവരുടെ ഓവുലേഷൻ, അതായത് അണ്ടം പുറത്തു വരുന്ന ആ ഒരു ഇത് പ്രോപ്പർ ആയിരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ PCOD ഉള്ള പ്രശ്നത്തോടു കൂടെ തന്നെ കൺസീവിങ് പോസിറ്റീവ് ആയ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പം അത് PCOD മേജർ റീസൺ എന്ന് പറയാനില്ല. എന്നാൽ അത് ഡിലേ ആവാൻ, അതായത് കൺസീവ് ആവുന്നത് ഡിലേ ആവാനാണ് കാരണം. PCOD ഉള്ള ഒരാൾക്ക് ഒരിക്കലും കുട്ടികളാവില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. 100% അവർക്ക് കുട്ടികളാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സാധാരണക്കാരെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ പീരിയഡ് സൈക്കിളിന്റെ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു 14ാമത്തെ ദിവസമാണ് പറയാം. അടുത്ത പീരിയഡ് ആകുന്നതിന് മുന്നേ 14ാമത്തെ 15ാമത്തെ ദിവസം. അപ്പൊ ഈ ടൈമിൽ ഇവർക്ക് ഓവുലേഷൻ നടക്കില്ല. ഓട്ടോമാറ്റിക്കലി ഇവർ കോൺടാക്ട് ആകും. അപ്പോൾ ഇവർ ഡിപ്രഷനിൽ പോകുന്നൂടെ, എന്താ അത് ഇനിയും കൺസീവ് ആകാത്തത് എന്നുള്ള ഒരു ലെവലിൽ പോകും. അപ്പോൾ ഇവർക്ക് ഈ ഫോളിക്കുലർ സ്റ്റഡി എന്നൊക്കെ പറയും, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ഫോളിക്കിൾസ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നോർമൽ സ്കാനിങ് തന്നെയാണ്, അത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടം എപ്പോഴാണ് പുറത്ത് വരുന്നത്. ഇനി ഇതിലൊരു രസം എന്താ വെച്ചാൽ, ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ കൃത്യം 24 മണിക്കൂർ മാത്രമേ അണ്ടം വെയിറ്റ് ചെയ്യുള്ളൂ. സ്പേം വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നത് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ കോൺടാക്റ്റിലായാൽ മാത്രമേ കുട്ടിയാവുള്ളൂ. അതുവരെ മാത്രമേ 24 മണിക്കൂർ മാത്രമേ വെയിറ്റ് ചെയ്യുള്ളൂ. കുട്ടി ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പീരിയഡ് ആവാനുള്ള അടുത്ത സൈക്കിളിലോട്ട് പോകും. എന്നാൽ മെയിൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കോൺടാക്റ്റിലായിക്കഴിഞ്ഞാൽ സ്പേമിന് ബോഡിയുടെ ഉള്ളിൽ, ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ 3 മുതൽ 5 ദിവസം വരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് അത്രയും നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഓവുലേഷൻ പീരീഡ് ട്രാക്ക് ചെയ്ത് പറയുന്നത് അവരുടെ അടുത്ത്, അതിനും ഒരു 3 മുതൽ 5 ദിവസം മുന്നേ തന്നെ നിങ്ങൾ കോൺടാക്റ്റിലാവണം എന്ന് പറയുന്നത്. കാരണം ഈ വരുന്നത് ഒരു 24 hours മാത്രമാണ് ഓവം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മുന്നേ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് കൺസീവിങ് ആവാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് PCODന്റെ കേസുകൾ, PCOD ഉള്ള ആളുകൾക്കും പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഒട്ടുമിക്ക സ്ത്രീകൾക്കും PCOD ഉണ്ട്. അത് ചെറിയ കുട്ടികളായിക്കോട്ടെ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് PCOD ആവുന്ന കേസൊക്കെ നമ്മളിപ്പം 12 വയസ്സ് 14 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ PCOD പറയാറുണ്ട്. 45-50 വയസ്സുള്ള സ്ത്രീകൾക്ക് പിന്നെ PCOD പറയാറുണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പം മെയിനായിട്ടുള്ളൊരു റീസൺ. പണ്ടൊന്നും അത്രത്തോളം PCOD കേസുകളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ വളരെ ഏർലി ആയിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തായിട്ട് ഒരുപാട് കേസുകൾ പിന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. എനിക്ക് PCOD ഉണ്ട്, എനിക്കും PCOD ഉണ്ട്, ഇത്തരം സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും PCOD ഉണ്ടാക്കാൻ സ്ത്രീകൾ ചെയ്യുന്ന ഒരു 5 മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? PCOD ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ജങ്ക് ഫുഡ്സ്, അതേപോലെ ബേക്കറി ക്രീം ഐറ്റംസ്,
മൈദയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ അടുക്കളയിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റേണ്ട ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ, മൈദ, ബേക്കറി ഐറ്റം, ജങ്ക് ഫുഡുകൾ ഇത് പരമാവധി ഒഴിവാക്കിയാൽ തന്നെ, അതേപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റനിങ് ചെയ്ത ജ്യൂസസ്, പാക്ക്ഡ് ആയിട്ടുള്ള ജ്യൂസസ്, ഡീപ്പ് ഫ്രൈഡ്, ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ, അങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ തന്നെ ഹോർമോണിന് ആ ഒരു നോർമൽ പ്രോസസ്സിനെ ഇൻ്റർഫിയർ ചെയ്യും. ഈസ്ട്രജൻ, അതേപോലെ പ്രൊജസ്ട്രോൺ, ഇത് ഇംബാലൻസ് ഉണ്ടാക്കി ക്രമേണ ചെറിയ തോതിൽ ഒരു ദിവസം റോസ്റ്റഡ് ചിക്കൻ കഴിച്ചുകൊണ്ട് വരുന്നതല്ല, ദിവസവും ഇങ്ങനെ, അല്ലെങ്കിൽ വീക്കിലി ഒരു ത്രൈസ് ഹാബിറ്റ് ഉണ്ട്, ആഴ്ചയിൽ 3 പ്രാവശ്യം, അതിങ്ങനെ റെഗുലർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് ഈ PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓയിലി ഫുഡ് പരമാവധി കുറയ്ക്കണം. ഓയിലി ഫുഡ് മെയിൻ ഒരു റീസൺ തന്നെയാണ്, ഈ PCOD വരാനായിട്ടുള്ള മേജർ കാരണം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ PCOD ഉള്ള ആളുകൾ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD വരൂല എന്ന് പറയാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പട്ട, സിന്നമൺ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം റെഗുലറായിട്ട് രാവിലെ വെറും വയറ്റിൽ എടുക്കുന്നത് ഹോർമോൺ ഇംബാലൻസ് തടയാനായിട്ട് വളരെ സഹായകരമാവും. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു മേജർ ഭക്ഷണം എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സും, അതേപോലെ തന്നെ മൈദ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതും പരമാവധി ഒഴിവാക്കാം. എന്നിട്ട് കൂടുതലും ഇലക്കറികളും പച്ചക്കറികളും, അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പരമാവധി നിങ്ങളുടെ PCOD കൺട്രോളിൽ കൊണ്ടുവരും ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PCOD ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ടതും കഴിക്കേണ്ടതുമായ ഭക്ഷണം എന്തൊക്കെയായിരിക്കും? PCOD ഉള്ള സ്ത്രീകൾ ഒഴിവാക്കേണ്ടതായിട്ട്, സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. അത് ഇൻഫ്ലമേഷൻ കൂട്ടും, അതുകൊണ്ട് റെഡ് മീറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള, നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്, ബ്രോസ്റ്റഡ്, ഇനി വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഹെൽത്തി അല്ല. ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം തന്നെ ഇൻഫ്ലമേഷൻ കൂട്ടും. അപ്പോൾ അധികവും ഇങ്ങനത്തെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒപ്പം ബേക്കറി ഐറ്റംസ്, മൈദ, റിഫൈൻഡ് കാർബ്സ്, ഇതും സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഷുഗർ ഡ്രിങ്ക്സ്, നമ്മൾ പലപ്പോഴും ഫ്രൂട്ട് ജ്യൂസസ് പാക്ക്ഡ് ആയിട്ട് എടുക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അതിലെല്ലാം തന്നെ HFCS എന്ന് പറയുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പം ഇതും ഇൻഫ്ലമേഷൻ്റെ പ്രോസസ്സും കൂട്ടും, കൂടുതൽ വെയിറ്റ് ഗെയിൻ ആവാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. ഇതാണ് നമ്മൾ PCOD ഉള്ളവരിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അവർ എടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്, ഹെർബൽ ടീസും അതേപോലെ ഗ്രീൻ ടീ, ഇതൊക്കെ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇലക്കറികളും ചീരയൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ പ്രോട്ടീൻ മസ്റ്റാണ്, പക്ഷെ പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഒരുപാട് പ്രോട്ടീൻ ആവരുത്. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് റെഗുലറായിട്ട് തന്നെ എടുക്കാം. മുട്ട അതൊക്കെ എടുക്കാം. റെഡ് മീറ്റ്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് മേജറായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള നമ്മൾ ബെറീസ് എല്ലാം തന്നെ എടുക്കാം. പിന്നെ നട്ട്സ് നല്ലതാണ്, നട്ട്സും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. നട്ട്സ്, സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്. പിന്നെ PCOD ഹോർമോൺ ഇംബാലൻസിന് നമ്മൾ സീഡ് സൈക്കിൾ എന്ന് പറയും. അതായത് ആദ്യത്തെ ഒരു 14 ദിവസം ഒരു പ്രത്യേക രീതിക്ക് ചില സീഡുകൾ മാത്രം, വിത്തുകൾ മാത്രം എടുക്കുക. എന്നിട്ട് അത് അടുത്ത നെക്സ്റ്റ് 14 കഴിഞ്ഞതിന് ശേഷം, അത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് സീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് സീഡ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയും. അത് ഹോർമോൺ ഇംബാലൻസിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അത് റെഗുലറായിട്ട് എടുക്കുക. പിന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. സാലഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മില്ലറ്റ്സ്, ഇത് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ഇനി പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഓർ എഗ് നല്ലതാണ്. പാലിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പം PCOD പോലെ തന്നെ ഡോക്ടർ അടുത്തൊരു കൺസേൺ പറഞ്ഞൊരു പ്രശ്നമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഇപ്പം പല ആൾക്കാരും ഇപ്പം തൈറോയിഡിന് വർഷങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ട്. ഷുഗറിന് പോലും ചിലപ്പോൾ അത്ര മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നുണ്ട് ചിലർ. പക്ഷെ എന്നാൽ ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ചാൽ നമുക്ക് അവിടെ ഒരു എഫക്റ്റ് കുറയുന്നത് കാണാം. ഷുഗർ കൺട്രോൾ ആവുന്നതോ അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസോ പ്രശ്നങ്ങളൊക്കെ മാറുന്ന നമ്മൾ കാണും. പക്ഷെ പലപ്പോഴും തൈറോയിഡിൻ്റെ വിഷയങ്ങൾ മരുന്ന് കഴിച്ചിട്ടും പല ആളുകൾക്കും കാലാകാലം കഴിക്കുക എന്നല്ലാതെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ കുറവ് ഉണ്ടാവാറുണ്ട്. ശരിക്കും എന്താണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം? ഈ തൈറോയിഡ് ആക്ച്വലി വരുന്നത് മെയിൻ പ്രശ്നം ലേഡീസിനാണ് കൂടുതലായിട്ടും. മെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലേഡീസിനാണ് 80% ആളുകൾക്കും ഈ ഒരു തൈറോയിഡിൻ്റെ കണ്ടീഷൻ. തൈറോയിഡിൽ 2 തരമുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. അപ്പം തൈറോയിഡ് കാലാകാലം ഇങ്ങനെ മരുന്നുകൾ വെറുതെ കഴിക്കാന്നല്ലാണ്ട് എവറി 3 months once
3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുന്നത് നിർബന്ധമാണ്. TSH ഫ്രീ T4. കാരണം ഇതിലെ വാല്യൂവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഇത് എടുക്കാതിരുന്നാലും തൈറോയിഡിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നോർമൽ ലെവൽ എന്ന് പറയുന്നത് 2 മുതൽ 1 to 2.5 അതാണ് നമ്മൾ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ തൈറോയിഡിൻ്റെ ആ ഒരു ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ വളരെ റിസ്ക് ആണിത്. പ്രഗ്നൻസിക്ക് മാത്രമല്ല, ഈവൻ നമുക്ക് മൂഡ് സ്വിങ്സ്. എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് ആക്ച്വലി അവർ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ വിട്ടു. ഇപ്പം നോർമൽ ആണെന്ന് വിചാരിച്ച് അവരെന്നെ ധരിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൺസ് നമ്മൾ ലിവോതൈറോക്സിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ തൈറോക്സിൻ്റെ ടാബ്ലറ്റ്സ് സപ്ലിമെൻ്റ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ബലത്തിലായിരിക്കും ചിലപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് കാണിക്കുന്നത്. അത് വിട്ട് കഴിയുമ്പോൾ പഴയപടി കൂടും. ഇവരെൻ്റെ അടുത്ത് വന്നത് എന്താ വെച്ചാൽ, ഡോക്ടർ എനിക്ക് തീരെ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഞാനിപ്പോൾ മരിക്കുന്നുള്ള അവസ്ഥ, എനിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വരുന്നത്, ഭയങ്കര മെന്റൽ ഡിസോർഡേഴ്സ് ആണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ഒരു ലക്ഷണങ്ങൾ ഇല്ലാത്തൊരു സ്ത്രീയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ വാല്യൂ കാണുന്നത് 102 ആ ഒരു റേഞ്ചിലാണ് കാണുന്നത്. അവർ കഴിഞ്ഞ 6 മാസമായിട്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സഡൻ ആയിട്ട് വിടുന്നതിന് മുന്നേ അതൊന്ന് ചെക്ക് ചെയ്യണം. എവറി 3 months വൺസ് ചെക്ക് ചെയ്തിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ ടാബ്ലറ്റും കാര്യങ്ങളും എടുക്കാനായിട്ട്. ഇനി സ്ഥിരമായി ഗുളിക കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ല, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അങ്ങനെ 2 കണ്ടീഷൻ ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ആ ഒരു ഗ്രന്ഥി കുറച്ചുകൂടി നമ്മുടെ ബോഡി സ്ലോ ഡൗൺ ആക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ടും തടി വരാം, വെയിറ്റ് ഗെയിൻ കൂടുതലാവും, പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടാവും, അവർക്ക് മെൻസസ് പ്രോപ്പർ ആയിരിക്കില്ല. ഇതൊക്കെ തന്നെ ഈവൻ ഓവുലേഷനെ വരെ അത് എഫക്റ്റ് ചെയ്യും. ഹൈപ്പർ തൈറോയിഡിസം കേസുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെലിഞ്ഞു വരുന്ന ഒരു പ്രകൃതമാണ്. അതായത് എത്ര കഴിച്ചാലും അവരുടെ ദേഹത്തെ പിടിക്കാത്ത രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ TSH ഫ്രീ T4 ഒന്ന് ചെക്ക് ചെയ്യുന്നത് TSH വളരെ കുറഞ്ഞു കാണിക്കും ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ ഇത് പലരും ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിനൊന്നും എന്താ പറയുക സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബോർഡർ ലൈനിൽ മാത്രം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. സപ്ലിമെൻറ്റിലോട് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെൻ്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ മേജറായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഹിമാലയൻ റോക്ക് സോൾട്ട്, കല്ലുപ്പന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. കാരണം ഈ അയഡിൻ വലിച്ചെടുക്കുന്നതിൻ്റെ ഇതുമായിട്ടാണ് ഈ തൈറോയിഡിൻ്റെ ആ ഒരു ഹോർമോൺ ലെവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പൊടിയുപ്പിൽ പലപ്പോഴും അത് നമ്മൾ വിചാരിക്കും കല്ലുപ്പ് പൊടിച്ചിട്ടാണെന്ന്, അങ്ങനെ അല്ല. അതിൽ കുറേ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊടിയുപ്പ് അധികം അവോയ്ഡ് ചെയ്യാൻ പറയുകയും ഒപ്പം ഈ ഹിമാലയൻ റോക്ക് സോൾട്ട്, പിങ്ക് സോൾട്ട് ഇത് കൂടുതലും സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്.